ഒരു 2000 രൂപയ്ക്കകത്തുള്ള ചിലവേ കല്യാണം കഴിക്കാനുള്ളൂ. നമ്മുടെ മണിയറ നമ്മുടെ ഇഷ്ടത്തിന് ഒരുക്കുന്നതും ഒരു നല്ല കാര്യമല്ലേ? അതെ അതെ, കിട്ടുന്ന ഭാഗ്യമാണ്. ഒരുപക്ഷെ ഈ ഭാഗ്യം കണ്ട് ഇൻസ്പയർഡായി മറ്റു ചിലർ ഒരുക്കിയേക്കാം. ഈ പ്ലാസ്റ്റിക് ഒക്കെ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറും കേട്ടോ. ഉദായിക നേതാക്കളുമായി നമ്മളിത് ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് പോയില്ല, ഇന്ന് വിവാഹം ആയതുകൊണ്ട് പോയില്ല. ഇങ്ങനെയും വിവാഹവേഷം ധരിക്കാം, ഇതും വിവാഹവേഷമാണ്. നമ്മുടേത് രജിസ്റ്റർ മാരേജ് ആയിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും രജിസ്റ്റർ മാരേജിലായിരുന്നു താല്പര്യം. ലളിതമായിട്ടൊരു വിവാഹം, ആചാരപരമായോ മതപരമായോ യാതൊരു ചടങ്ങും ഇല്ലാതെ നിയമപരമായി മാത്രം ഒരു വിവാഹം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അതനുസരിച്ച് ചെയ്തു. വീട്ടിലെ അച്ഛനമ്മ സഹോദരങ്ങൾ, അങ്ങനെ അച്ഛൻ്റെ സഹോദരൻ കുടുംബം, ആ ഒരു രീതിയിൽ നമ്മുടെ രണ്ടുപേരുടെയും കുടുംബത്തിൽ നിന്ന് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇല്ല, അങ്ങനെ വിശേഷിച്ച് നമ്മൾ ഒരുക്കങ്ങളോ പന്തലോ ഒരു കല്യാണത്തിന് സാധാരണയായിട്ടുള്ള കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ, അതൊന്നും അത്തരം ക്രൈറ്റീരിയ ഒന്നും നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ല. ഇത് വളരെ വീട്ടിലെല്ലാവരും കൂടെ ഒത്തുചേർന്നൊന്ന് ആഹാരം കഴിച്ചു, സന്തോഷം പങ്കിട്ടു, നിയമപരമായൊരു വിവാഹം രജിസ്റ്റർ ചെയ്തു. ഇന്ന് തന്നെ 10 മിനിറ്റിൽ നമുക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടി. സന്തോഷം. അല്ല, അറേഞ്ച്ഡ് മാരേജ് അല്ല. നമ്മൾ വളരെ കുഞ്ഞിലെ മുതലേ പരസ്പരം അറിയുന്ന കുടുംബമാണ്. പിന്നീട് ആശയപരമായി നമ്മൾക്ക് വളരെ സാദൃശ്യമുണ്ട് എന്നറിഞ്ഞപ്പോൾ ജീവിത പങ്കാളിയായിട്ട് സ്വീകരിക്കാമെന്ന് ഒരുമിച്ച് തീരുമാനിക്കുകയായിരുന്നു. ഉദായിക നേതാക്കളുമായി നമ്മളിത് ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ എല്ലാ ബന്ധുക്കളും നമ്മുടെ ഇഷ്ടമുള്ള ആളുകളോടെല്ലാം നമ്മൾ കാര്യം പറഞ്ഞു. പിന്നെ ചടങ്ങ് വളരെ ലളിതമായി മതി എന്ന് എൻ്റെ തീരുമാനമല്ല, ഇയാളുടെ തീരുമാനമല്ല, ഞങ്ങളുടെ തീരുമാനം അങ്ങനെ ആയിരുന്നു. വീട്ടുകാരെ അറിയിച്ചു. അവർ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളവരെ കൺവിൻസ് ചെയ്യിപ്പിച്ചു. ഇപ്പോൾ ഇങ്ങനെ കല്യാണം വരെ എത്തി. കല്യാണം ക്ഷണിക്കുമ്പോൾ സാധാരണ ഇതിൽ വരണമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നിങ്ങളിത് വരണ്ടെന്നല്ലേ? കല്യാണം ക്ഷണിക്കുകയല്ലോ, ക്ഷണിച്ചില്ല, അറിയിക്കുകയാണ് ചെയ്തത്. എങ്ങനെയായിരുന്നു ആ ഒരു വേർഡ്സ്, എങ്ങനെയായിരുന്നു ആളുകളോട് ചെന്നിട്ട്? ഇപ്പം സുഹൃത്തുക്കളോട് പറയുന്ന പോലെ അല്ലല്ലോ റിലേറ്റീവ്സിനോട്. എല്ലാവരോടും മെൻഷൻ ചെയ്ത കണ്ടന്റ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവാണ്, ഇന്ന ഡേറ്റിലാണ്. ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ആളുകൾക്കെല്ലാം അറിയാം കല്യാണം ഉണ്ടെന്ന്. അപ്പോൾ ഇന്ന ഡേറ്റ് ആണ്, ഇങ്ങനെ തന്നെയാണ്, ലളിതമാണ്. അപ്പോൾ സപ്പോർട്ട് ഉണ്ടാവണം. ഈ കല്യാണത്തിനൊക്കെ വന്ന് ആഹാരം കഴിച്ചിട്ട് സന്തോഷത്തോടുകൂടി പിരിയണമെന്ന് ആഗ്രഹിച്ച ആളുകളൊക്കെ ഉണ്ട്. വേറെ പാർട്ടികളെങ്ങനെ നടന്നു? ഇല്ല ഇല്ല, ഒന്നുമില്ല. വിവാഹം ഇതോടെ തീരുകയാണ്. വിവാഹം കഴിഞ്ഞു, ഇനി അനുബന്ധമായി ഒന്നുമില്ല. രണ്ടുപേരും എത്തിസ്റ്റാണ്. കടമ്പനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഞാൻ. ഇദ്ദേഹം ഒരു അധ്യാപകനാണ്. സാധാരണഗതിയിൽ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ എടിയെന്ന് വിളിക്കും, ബോഡിന്ന് വിളിക്കും, നീയെന്ന് വിളിക്കും, ഭർത്താവിനെ ചേട്ടാന്ന് വിളിക്കും. അതെ. ജനറലി സ്പീക്കിംഗ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടി പോടാ ബന്ധം തന്നെയാണ്. കാര്യം ഞങ്ങൾ തമ്മിൽ അത്രയും സുഹൃത്തുക്കളെ പോലെ തന്നെയാണ്. അതിനേക്കാൾ ഉപരി ഇപ്പം ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഒരു തിരുത്തെനിക്കുണ്ട്. ഭാര്യ ഭർത്തൃബന്ധം എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല, ഞങ്ങൾ പങ്കാളികളാണ്, ജീവിത പങ്കാളികളാണ്. അങ്ങനെ തന്നെ ഞങ്ങളെ ലേബൽ ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിലങ്ങനെയാണ്. കാരണം സർട്ടിഫിക്കറ്റിന്റെ ആ സിറ്റീസ് അങ്ങനെയാണ്. അതിൻ്റെ മാറ്റർ ഒന്നും തിരുത്താനുള്ള ഇത് നമുക്കില്ല. വിവാഹം കഴിയുമ്പോഴത്തേക്ക് ഒരു കുടുംബം മുഴുവൻ വലിയ കടക്കണിയിലേക്ക് പോകുന്നു. ഇപ്പോൾ ഒരു അച്ഛൻ്റെ അമ്മയുടെയും പ്രായം, ഒരു കുട്ടിയുടെ വിവാഹം നടക്കുന്ന സമയത്ത് അച്ഛൻ്റെ അമ്മയുടെയും പ്രായം എന്ന് പറയുന്നത് എത്രയായാലും ഒരു 50-ന് മുകളിലായിരിക്കുമല്ലോ. ഒരു 60 വയസ്സാകുന്നതോടെ പരമാവധി അദ്ദേഹത്തിന് ഏൺ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് ഏൺ ചെയ്യാനുള്ള ഒരു എബിലിറ്റി, ഒരു ഫിസിക്കൽ എബിലിറ്റി അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ വിവാഹത്തിന് വേണ്ടി അവർ ഈ 50 വയസ്സിന് ശേഷം ഉണ്ടാക്കി വെച്ച കടം, ബാധ്യത, പ്രതിസന്ധികൾ അവർ ഏത് കാലഘട്ടത്തിൽ വീട്ടും? അല്ലെങ്കിൽ ഒരു വാർദ്ധക്യത്തിൽ സ്വൈര്യമായി ഇരിക്കേണ്ട സമയത്ത് അവർക്ക് മുകളിലേക്ക് വലിയൊരു ബേർഡനാണ് നമ്മൾ അടിച്ചേൽപ്പിക്കുന്നത്. അപ്പം നിലവിലുള്ള വിവാഹം എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ മുഴുവനായും അഴിച്ചു പണിയേണ്ടതാണ്. സത്യം പറഞ്ഞാൽ ഒരു 2000 രൂപയ്ക്കകത്തുള്ള ചിലവേ കല്യാണം കഴിക്കാനുള്ളൂ. അതാണ് എനിക്ക് എല്ലാവരോടും തരാനുള്ള മെസ്സേജ്. അതായത് നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്ത് കിട്ടാൻ
അതാ ഞാൻ പറഞ്ഞത്, വിവാഹം രജിസ്റ്റർ ചെയ്ത് കിട്ടാൻ നമ്മൾ ഒരു രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം. അത് 1300-നകത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ അക്ഷയയിൽ പോയിട്ട് ഈ അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനൊരു വളരെ ചെറിയ പ്രോസസ്സിങ് ഫീസ് ഉണ്ട്. ഞങ്ങളുടെ രണ്ടുപേരെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാനുള്ളൊരു ഫീസുണ്ട്. വിവാഹത്തിന് വേണ്ടി നമുക്ക് ഇത്രയും ചിലവേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് പോകുന്നതിൻ്റെ വണ്ടിയോ അല്ലെങ്കിൽ ഞാനൊരു പുതിയ ഡ്രസ്സ് എടുത്തോ ഇദ്ദേഹം ഒരു പുതിയ ഡ്രസ്സ് എടുത്തോ അങ്ങനെ നമ്മുടെ വ്യക്തിപരമായ ചില ചിലവുകൾ ഇതിനോടനുബന്ധമായി ഉണ്ടാക്കിയ അത് ഓപ്ഷണലാണ്. എനിക്ക് പുതിയ ഡ്രസ്സ് ഇടണമെങ്കിൽ ഇടണ്ട, ഞാൻ പുതിയ ഡ്രസ്സ് ഇട്ടാലും പഴയ ഡ്രസ്സ് ഇട്ടാലും എൻ്റെ വിവാഹം രജിസ്റ്റർ ചെയ്യും. കുറച്ച് വൃത്തിയാക്കണം, ഒരു സിനിമയ്ക്ക് പോകണം. വളരെ ഫ്രീ ആണ്. ഞങ്ങൾക്ക് ഇനി ഒരു പണിയില്ല. ഇന്ന് പഞ്ചായത്തിൽ അവധിയാണ്, ഇദ്ദേഹത്തിന് അവധിയാണ്. നമ്മൾ അപ്പോൾ സാധാരണ കല്യാണമാണെങ്കിൽ ഇപ്പോൾ വലിയൊരു ഓട്ടത്തിൻ്റെ സമയമല്ലേ. അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കേണ്ടവരൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. തീർച്ചയായിട്ടും അയാൾ അങ്ങനെ പറഞ്ഞു. ഞാൻ ഉടനെ ടിക്കറ്റും ബുക്ക് ചെയ്തു. ഞങ്ങൾ ഗുരുവായൂർ അമ്പലനടയിൽ ഇന്ന് മിനർവ തിയേറ്ററിൽ കാണാൻ പോവാണ്. 6:30-ക്കാണ് കൊട്ടാരക്കര. അതെ, അടുത്തോട്ട് പിടിച്ച് ആ സെറ്റ് പിടി ചേർത്തടാ. അവിടെ മതി. ഓക്കെ അല്ലേ? ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അച്ഛനും അമ്മയും തൊട്ടപ്പുറത്തുണ്ട്. ഇദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും. എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ അടുത്തുണ്ട്. ഫസ്റ്റ് ഷോ. സിനിമ കാണണം, ഫുഡ് കഴിക്കണം, വരണം, കിടന്നുറങ്ങണം. എന്ന് വേണേ പോയാലോ, ഇവിടെ അടുത്തല്ലേ. ആവശ്യമുള്ള അല്ല, എനിക്ക് ഏപ്രിൽ മെയ് അവധിയാണല്ലോ, സ്കൂളിന് അവധിയാണ്. പിന്നെ ഞാൻ കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ.